ഈ KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിന്റെ ഇത് നടത്തായിരുന്നത്. ഇപ്പൊ സമരം ചെയ്ത് കഴിഞ്ഞപ്പോ ചെലുത്താൻ കൊണ്ടിരിക്കാൻ കാണുമല്ലോ ഇപ്പൊ ഈ സമരത്തിനെ കാണുന്നത് ഇവര് ഇല്ലേ? ഈ പേപ്പറിന് എന്താണ് വില ഉള്ളത്? ഞങ്ങളുടെ പോക്കുവരവ് കിട്ടിയേക്കുന്ന ഭൂമിയാണ്. റവന്യൂ അധികാരികളോടെ ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ മേടിച്ചു തന്ന, അതായത് ഇത് രേഖാമൂലം തന്ന റവന്യൂ അധികാരികളോടെ. അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഇത് ബാങ്കിൽ പട്ടയം ഞങ്ങളുടെ ആധാരമൊന്നും പണയം വെക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പിള്ളേരെ കല്യാണം കഴിച്ചപ്പോ അതായത് ആണുങ്ങൾക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല. കാര്യം എന്താ പറയുമോ? ഇപ്പൊ പെണ്ണോട് ഒരാളുടെ പെണ്ണിനെ കൊടുക്കണമെങ്കിൽ അവർക്ക് സ്ഥലവും പേരില്ലെന്ന് പറഞ്ഞാൽ ആരും പെണ്ണിനെ കൊടുക്കൂല. സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് പെണ്ണിനെ കൊടുക്കോ? അതേപോലെ തന്നെ ഞങ്ങളെ പെൺമക്കളൊന്നും കെട്ടിച്ചേർക്കാൻ പറ്റണില്ല. അതായത് ബാങ്കിൽ ഞങ്ങളെ ആധാരങ്ങളൊന്നും കൊടുക്കണില്ല. ഞങ്ങിപ്പോ ശരിക്കും പറയണെങ്കിലല്ല, ഈ 610 കുടുംബക്കാരെയും ജയിലിലടച്ചേക്കാണ് ഇവര്. 3 വർഷമായിട്ട് ജയിലിലടച്ചേക്കാണ് ഇവര്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ അന്ന് ഇപ്പൊ ഈ MLA KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടാണ് 2.5 വർഷം ഞങ്ങൾ അയാളുടെ കൂടെ വന്നാണ്. ഇത് ശരിയാക്കി തരാം നിങ്ങൾ സമരം ചെയ്യില്ലെന്നും പറഞ്ഞിട്ടും 2.5 വർഷം ഞങ്ങൾ അയാളുടെ കൂടെ നിങ്ങൾ സമരം ചെയ്ത് ഞങ്ങളോട് ഈ KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിന്റെ ഇത് നടത്തായിരുന്നത്. ഇപ്പൊ സമരം ചെയ്ത് കഴിഞ്ഞപ്പോ ചെലുത്താൻ കൊണ്ടിരിക്കാൻ കാണുമല്ലോ ഇപ്പൊ ഈ സമരത്തിനെ കാണുന്നത് ഇവര് ശരിയല്ലേ? ഞങ്ങൾ സമരം ചേർന്നിട്ട് ഇപ്പൊ 83 ദിവസമായി. ഒക്ടോബർ 13-ാം തീയതി സമരം തുടങ്ങിയതാണത്. ഇത് ബഹുവല്ലെന്നാണ് ഞങ്ങളും പറയണത്. ഇത് ബഹുവ ആക്ട് പെടാൻ കാര്യം ബഹുവ് ഭേദഗതി പാസ്സാക്കാതെ ഒരു രക്ഷയില്ല. ഈ ബഹുവ് ആക്ട് ഭേദഗതിയില്ലേ, അതായത് സെക്ഷൻ, ഇതൊക്കെ ഭേദഗതി വരുത്താതെ ഇതൊരു കാര്യം നടക്കൂല സാറേ. നിങ്ങൾ ഇവിടെ കിടന്ന് അങ്ങാടും പറഞ്ഞ് ഞങ്ങൾ പന്തെട്ടി കളിക്കണോ തട്ടിക്കളിച്ചിട്ടെന്നാണ് ഈ LDF വന്ന് കുറെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, കുറെ പ്രസംഗിച്ചിട്ടും പോയി. ഇവിടെ BJP കാര് കയറി വരുന്നുണ്ട്. അവര് പല സമരങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോ BJP കയറി വരും. ഇങ്ങനെ കഴിഞ്ഞാല് അങ്ങാടും കൂടെ തർക്കിച്ചോണ്ടിരിക്കല്ലേ? ഞങ്ങനെ ഫുട്ബോളാ തട്ടിക്കളിക്കാനായിട്ടായിരിക്കും ഇല്ലേ? ശരിയല്ലേ? പിന്നെ VD സതീശൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാൻ പറ്റുമെന്ന് പറയണം. അവർക്കൊന്നും പറഞ്ഞത് ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് ശരിയാക്കി തരാം എന്നാണ് പിന്നെ പറഞ്ഞാൽ എന്റെ അറിവ്. ഇത് ശരിയാക്കാൻ പറ്റൂല. ബാക്കി ഭേദഗതി വരാതെ ഇതിന്റെ സെക്ഷൻ കളയാതെ രക്ഷയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ VD സതീശൻ എന്ന് പറഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് ഇപ്പൊ താങ്കളുടെ, അതായത് ചെന്നിത്തല സാറിന്റെ ഇതെന്താണ് ഇവിടെ ഇത് ബഹബാണോ അല്ലയോ? ഞങ്ങളും പറയണത് ഇത് ബഹബല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പൈസ കൊടുത്ത ഭൂമിയല്ലേ? അപ്പൊ സാറിന്റെ നിലപാടെന്താണ്? ഇത് ബഹബാണോ അല്ലയോ എന്ന് സാറും ഇവരോട് പറയണം.